റാം നാരായൺ റാം. ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഭൂമിയിൽ തൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മറ്റൊരാളിന് എത്ര നഷ്ടം ഉണ്ടാകുന്നു എന്നത് പരിഗണിക്കാതെയാണ് ഈ പരിശ്രമം. അത്തരം ഉടമസ്ഥാവകാശത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ മഹാഗുരു ആരംഭിച്ചതാണ്. ഈ വ്യക്തിഗത ഉടമസ്ഥാവകാശം അവസാനിക്കാതെ ഭൂമിയിൽ സമത്വം ഉണ്ടാകുകയില്ല. ഇവിടെ ഓരോരുത്തരോടും എങ്കിലും എവിടെയെങ്കിലും വിവേചനം കാണിക്കുന്നു. ചിലർക്കോ അവരുടെ ജന്മാവകാശം ലഭിക്കുന്നില്ല. ഒരേ ഭൂമിയിൽ എല്ലാവരും ഒരേപോലെ ജനിക്കുകയാണെങ്കിൽ അവരുടെ ജന്മാവകാശം ആരാണ് കവർന്നുകൊണ്ടിരിക്കുന്നത്? ആ അവകാശം എല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. ഭൂമിയിലെ എല്ലാവരെയും ഒരേപോലെ കാണണം. വിവേചനം ഇല്ലാതെ ജാതിയല്ല, മേലും താഴും ഇല്ല. എന്നാൽ ഈ ഉടമസ്ഥാവകാശം അവസാനിപ്പിക്കപ്പെടാതെ ഇത് സാധ്യമാവില്ല. അതിനാൽ ലോകമാകെയുള്ള ജനങ്ങൾ ഒരുമിച്ച് ഒന്നായി സംസാരിക്കണം, ഒന്നിച്ച് ഒരടി മുന്നോട്ട് വയ്ക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങോട്ടാണ് നോക്കിയാലും അതത് വ്യക്തികൾ മറ്റൊരാളെ തോൽപ്പിച്ചു മുന്നേറാനുള്ള ഒരൊറ്റ മത്സരമാണ്. ഓരോരുത്തരും തങ്ങൾ മുന്നേറാൻ ശ്രമിക്കുന്നു, സ്വന്തം ലാഭം മാത്രം നോക്കുന്നു, സ്വാർത്ഥത മാത്രമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ ചെറുക്കാൻ ശ്രമിക്കുന്നു? ആരും ആലോചിക്കുന്നില്ല നമ്മുടെ രാജ്യം എങ്ങനെ പുരോഗതി നേടും, എങ്ങനെ വികസിക്കും എന്ന്. മറ്റുള്ളവരുടെ കാലടിക്ക് പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു. മറ്റൊരാളിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. സ്വന്തം സ്വാർത്ഥം നിറവേറ്റുവാനാണ് എല്ലാം. ഓരോ വ്യക്തിയിലും വിവേകവും ചൈതന്യവും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ആ വിവേകത്തെയും ചൈതന്യത്തെയും നമുക്ക് ശ്രദ്ധിച്ചു കേട്ടാൽ ശരിയായ ജ്ഞാനത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കും. ശരിയായ ജ്ഞാനം ലഭിച്ചാൽ വിജയത്തിലേക്കുള്ള ശരിയായ പാത നിങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നു. ആ പാത പിന്തുടർന്ന് നിങ്ങൾക്ക് നിങ്ങൾ കൽപ്പിക്കുന്നതെല്ലാം നേടാനാകും. ഈ ലോകത്തിലുള്ളത് എല്ലാം ആകാശത്തിൻ്റെ അനുഗ്രഹമാണ്. ആകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിലൂടെ പ്രകൃതിയുടെ രൂപീകരണം നടന്നു. പ്രകൃതിയിലൂടെയാണ് നാം എല്ലാം രൂപം കൊണ്ടത്. നമ്മുടെ ഈ വിവേകം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മെ വിവരം നൽകുന്നു. നമ്മുടെ മനസ്സും വിവേകവും നമുക്ക് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല കാണിച്ചു തരുന്നത്, പൂർണ്ണമായ മാനവവികസനത്തിനും സഹായകരമാകുന്നു. നമുക്കെല്ലാം ഒരേ ഭൂമിയിലെ ജീവികളാണ്. എല്ലാവരും ഒരേ ഭൂമിയിൽ ജീവിക്കുന്നു. ഭൂമിക്ക് ഒരേ മതം മാത്രം ഉണ്ടായിരിക്കണം. അതാണ് പ്രകൃതിയുടെ മതം, ആകാശത്തിൻ്റെ മതം. അതുപോലെ ഒരേ ജാതിയാണ് എല്ലാവർക്കും, അതാണ് ജീവജാതി. ഇവിടെ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയവും ജാതിവിവേചനവും ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകളും തുടരുന്നിടത്തോളം മനുഷ്യർ തമ്മിലുള്ള ഐക്യം ഇല്ലാതിരിക്കും. 84 ലക്ഷം യോനികളിന് ശേഷമാണ് ഈ മനുഷ്യജന്മം ലഭിക്കുന്നത്. അതിനും ശേഷം മനുഷ്യൻ തന്നെയാണ് മറ്റൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇതിൽ നമുക്ക് ആവശ്യം റാം നാരായൺ റാം എന്ന നാമത്തിൽ ചേർന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ സങ്കീർണമായ ജീവിതത്തിന് ശരിയായ ദിശ നൽകാൻ ശേഷിയുള്ളത് റാം നാരായൺ റാം മാത്രമാണ്. ഒരു വ്യക്തി റാം നാരായൺ റാം എന്ന നാമവുമായി ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടും പുതിയ ശക്തിയും ലഭിക്കുന്നു. ഈ ബീജമന്ത്രം നിങ്ങൾ എല്ലാവരും ജപിക്കുക. പിന്നെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സാന്ദ്രമായ മാറ്റങ്ങൾ വരുത്തപ്പെടുന്നു എന്ന്.